ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ വീണ്ടും നമ്മൾ പാലക്കാടൻ സദ്യവട്ടത്തിൻ്റെ ഇടയിലാണ്, അതായത് ടോപ്പ് ഇൻ ടൗണിൻ്റെ കിച്ചൺ. എന്നോടൊപ്പം ഷെഫ് ശശി. അപ്പോൾ നമ്മുടെ മെയിൻ ഷെഫിന് അദ്ദേഹത്തിന് പനിയാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ മെയിൻ ശിഷ്യനാണ് കേട്ടോ, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇവിടെ കുറച്ച് വോയിസ് ഡിസ്റ്റർബൻസ് ഒക്കെ തോന്നുന്നുണ്ട്, അത് പുറത്തുനിന്നാണ് കേട്ടോ, അവിടെ എന്തോ പണി നടക്കുകയാണ്, അടുത്തൊരു സ്കൂളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും എല്ലാവരും നോക്കിയിരിക്കുന്നതാണ്, ഒരു സദ്യ എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്ന കാര്യം എന്താണ്? പായസം. ലാസ്റ്റാണ് വരുന്നതെങ്കിലും അതിൽ ഏറ്റവും ഹൈലൈറ്റ് പോയിൻ്റാണ് പായസം, പ്രത്യേകിച്ച് ഇവിടുത്തെ പാലട. പാലട എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാലക്കാടുകാരോട് ചോദിച്ചോളൂ, ഇവിടുത്തെ ടോപ്പ് ഇൻ ടൗണിലെ പാലടയെക്കുറിച്ച്. ഗംഭീരമായിരിക്കും, അതിനെക്കുറിച്ചൊരു അഭിപ്രായം എനിക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ഗംഭീരമാണ്. ഇവിടെ പാക്കറ്റ്സ് ആൻഡ് പാക്കറ്റ്സ് ഇങ്ങനെ സീൽഡ് പാക്കറ്റ്സിൽ വിൽക്കുന്നുണ്ട് അല്ലേ, അത്ര എവിടേക്കോ പോകണമെന്നാണ് പറയുന്നത്. 1 ലിറ്റർ 1.5 ലിറ്റർ പാക്കറ്റ്സ് ഒക്കെ ഇത് ബാംഗ്ലൂരും അവിടെ ഇവിടെയും പിന്നെ വിദേശത്തും ഒക്കെ കൊണ്ടുപോകാറുണ്ട് പറയും. 2 ദിവസം, ഒരു ദിവസത്തെ ഷെൽഫ് ലൈഫാണെന്ന് പറഞ്ഞാൽ 2-3 ദിവസം ചിലപ്പോൾ കേടാകാണ്ടിരിക്കും അല്ലേ, യാത്രയിലും ഒക്കെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പാലട മേക്കിംഗ് ആണ് കാണാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ അട ഉണ്ടാക്കലാണ്, അതായത് അട അണിയുക എന്ന് പറയുക. അട അണിയുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. അതായത് ഇത് വെച്ചിട്ടല്ലേ, ഇതാണ് മട്ടപ്പച്ചരി. ഇവിടെ പറയുന്ന മട്ടപ്പച്ചരി, നമ്മുടെ നാട്ടിൽ പറയുന്നത് ചമ്പാ പച്ചരി. എന്തായാലും അത് വെള്ളത്തിൽ കുതിർത്ത് അരച്ച് അതിനകത്ത് വെളിച്ചെണ്ണയും പഞ്ചസാരയും ചേർത്ത് കുറച്ച് ലൂസായിട്ട് എന്നിട്ട് വാഴയിലയിൽ ഇങ്ങനെ ഒഴിക്കും. എന്നിട്ട് അതിങ്ങനെ റോൾ ചെയ്ത് കുറേ എണ്ണം ചേർന്നിട്ട് കെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് എടുക്കും. അപ്പോൾ ഈ പ്രോസസ്സ് നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇവിടെ കുറച്ച് ലാർജ് സ്കെയിലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഇവിടുത്തെ മെയിൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർഡേഴ്സിനനുസരിച്ചിട്ട് ചെയ്യുകയാണ്. അതൊന്ന് കണ്ടാലോ? കണ്ടിട്ട് വരാം. ഇതിങ്ങനെ റോൾ ചെയ്യുന്ന കണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് റോൾ ചെയ്യും. എന്നിട്ട് ഒരു 4-5 എണ്ണം 6-7 എണ്ണം ഇങ്ങനെ എടുത്തിട്ട് വാഴനാര് കൊണ്ടിങ്ങനെ കെട്ടി ബണ്ടിലാക്കി വയ്ക്കുന്നു. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഈ ബണ്ടിൽസ് ഇടുന്നു. എത്ര സമയം ഇത് തിളപ്പിക്കണം? 3 മണിക്കൂർ നല്ല തിളച്ച് വെള്ളത്തിൽ തിളയ്ക്കണം. 3 hours അല്ലേ? അപ്പോൾ പെട്ടെന്നൊന്നും എടുക്കരുത് കേട്ടോ. ഈ റോൾ ചെയ്തിരിക്കുന്ന 3 മണിക്കൂറാണ് വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞു അടയായി മാറുന്നത് എങ്ങനെയെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞത് ദേ ഇതാണ് കാണിച്ചു തന്നെ, ഈ സാധനം നെറ്റ് പോലെ ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെയാണോ വെക്കുന്നത്? ഇങ്ങനെ വെച്ചിട്ട് അടിയിൽ പാത്രം വെക്കും. ആ വാഴ ഇലയോട് അട എടുത്തിട്ടിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ കുഞ്ഞു പീസസ് ആയിട്ട് വരുന്നത് ഇതുപോലെ ആകും. ഏതാണ്ട് വാഴപ്പിണ്ടി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പോലെ ഉണ്ട് കണ്ടിട്ട്. കളറ് സ്ക്വയർ ആയിട്ട് വരും. ഈ ഒരു അച്ചിൻ്റെ അതേ ഷേപ്പിൽ വരും. നെറ്റ് കാണുന്നുണ്ടല്ലോ, ദേ ഈ ഒരു ഷേപ്പിൽ വരും. ഇങ്ങനെയാണ് വരുന്നത്, ചെറിയ സ്ക്വയർ പീസസ്, സോഫ്റ്റാണ്. അടിപൊളിയാണ്. അപ്പോൾ ഈ അടയും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പാലടയുടെ സ്വാദ് കൂട്ടുന്നതിന്. ചമ്പാ പച്ചരിയിൽ ചെയ്യുന്നതും അങ്ങനെ അതിനൊരു ഒത്തൻറ്റിക് ആ രീതിയിലാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് വലിയ ലാർജ് സ്കെയിലാണ് അവരെപ്പോഴും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് ഒരു 5 ലിറ്റർ പാലിൽ ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു 5 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എത്ര വെള്ളം ചേർക്കും? 2.5 ലിറ്റർ. അതിൻ്റെ പാലിൻ്റെ നേർപകുതി വെള്ളം കൂടുന്നത്. അളവ് കുറച്ചുകൂടെ കുറയ്ക്കാം അല്ലേ? ഒരു 100 ലിറ്റർ പാലാണെങ്കിൽ 10 ലിറ്റർ വെള്ളം മതി. ഇതിപ്പോൾ 5 ലിറ്റർ പാല്, 2.5 ലിറ്റർ വെള്ളം, 1 കിലോ പഞ്ചസാര, പിന്നെ 200 ഗ്രാം നമ്മുടെ അട, ഇത്രയാണ് വേണ്ടത്. പാല് കടന്ന് കുറുകി വറ്റി ഈ ഒരു എന്താ പറയുക, ഒരു ഇളം ചായയുടെ ഒരു കളറായിട്ട് വരും. നല്ല ഒരു ലൈറ്റ് ചോക്ലേറ്റ് ബ്രൗൺ പോലെ ആകും. അങ്ങനത്തെ ഒരു കളറാണ് ഇവിടുത്തെ പാലട. നോക്കിയാലോ, തുടങ്ങാം. ഇപ്പോഴേ തുടങ്ങിയാലേ ഇത് വറ്റിയെല്ലാം കിട്ടുള്ളൂ. പാലൊഴിക്കുന്നു. പാലിനോടൊപ്പം വെള്ളം. അതായത് ഈ പാലും വെള്ളവും കൂടി കിടന്ന് തിളച്ചിട്ട്
5 ലിറ്റർ പാലാണല്ലോ, 2.5 ലിറ്റർ വെള്ളമുണ്ട്. അത് വറ്റി 2.5 ലിറ്റർ പാലാകണം അല്ലേ? 2.5 ലിറ്റർ പാലിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് വരണം. പഞ്ചസാര ഏത് സ്റ്റേജിലാണ് ചേർക്കുന്നത്? മുഴുവനിടോ? ഓക്കെ, നേരത്തെ തന്നെ പഞ്ചസാര ഇടും, കാരണം കളറ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, മാത്രമല്ല അട ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ, അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമില്ല. നമ്മളിപ്പോൾ പാൽ പായസം ഉണ്ടാക്കുമ്പോൾ റൈസ് വേവിച്ചിട്ടല്ല ഇടുന്നത്, അതുകൊണ്ട് നമ്മൾ പഞ്ചസാര ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടേ ഇടുള്ളൂ, ചോറ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട്. പക്ഷേ ഇതങ്ങനെയല്ല, പാലിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആവി വന്ന് തിളച്ചു തുടങ്ങുമ്പോൾ പച്ചപ്പാൽ മാറി ചൂട് വരുമ്പോൾ പഞ്ചസാര. ഓക്കെ, അപ്പോൾ ഇത് 1 കിലോ പഞ്ചസാര ഇപ്പോൾ ചേർക്കും. 5 ലിറ്റർ പാല്, 2.5 ലിറ്റർ വെള്ളം. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതിൻ്റെ പ്രൊപ്പോർഷൻ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് കുറയ്ക്കുക പാലിൻ്റെ. ഇപ്പോൾ 5 ലിറ്റർ എന്നുള്ള അതിൻ്റെ നേർ പകുതി എടുക്കുകയാണെങ്കിൽ 2.5 ലിറ്റർ പാലെടുക്കുക, അതിനനുസരിച്ച് വെള്ളം എടുക്കുക, പഞ്ചസാരയുടെ അളവ് അങ്ങനെ ചെയ്യുക. പായസമായിട്ട് വരുമ്പോൾ ഒരു 15 പേരോളം കഴിക്കുന്ന രീതിയിൽ ആണ് ഇത്. 15 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. 15 to 20 പീപ്പിളിന് എന്തായാലും കഴിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എളുപ്പത്തിന് നമ്മൾ ചെയ്യുന്ന കുക്കർ പായസമായിട്ടാണ്. പക്ഷേ ഒത്തൻറ്റിക് ആയിട്ട് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയം എടുത്ത് ചെയ്താൽ ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. വീട്ടിൽ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇവരെല്ലാം എക്സ്പേർട്സാണ്. ഇവരെല്ലാം സദ്യയൊക്കെ ഉണ്ടാക്കി ഡെയിലി ഇത് തന്നെയല്ലേ, നല്ല പരിചയമായി. ഇളക്കിക്കൊണ്ടേയിരിക്കുമോ? ഏത് സ്റ്റേജ് വരെ? തിളയ്ക്കുന്നവരെ. ആ, അത് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, തിളയ്ക്കുന്നവരെ അടുത്തോണം. ആ, ഉരുളിയിലെ ഉരുളി, ചൂട് കട്ടിയുള്ള പാത്രം. എന്തായാലും തിള വരുന്നവരെ കൈയെടുക്കാൻ തിളക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നു. പാലിങ്ങനെ ചൂടായി ആവി വന്നു തുടങ്ങി. ഇപ്പോൾ പഞ്ചസാര ഇടാം. 1 കിലോ പഞ്ചസാര. പഞ്ചസാര അലിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർന്ന് ഇതെല്ലാം കൂടി കിടന്ന് കുറുകി. അപ്പോൾ അട ഏത് സ്റ്റേജിലെടുക്കും? കളർ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിനി വറ്റട്ടെ, തിളച്ച് വറ്റി ആ ഒരു കളർ വരണം. കളർ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അടയിടാം. അപ്പോൾ ആ ഒരു സ്റ്റേജ് കാണാം. ആ കണ്ടിന്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ടാവും. ആ സമയം പോകുന്ന അത്രയും നിങ്ങളെ കാണിക്കുന്നില്ല. സമയം അത്രയും കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോകും. എല്ലായിട്ട് കുറുകി ആ ഒരു ചെറിയൊരു എന്താ പറയുക, കാപ്പിയുടെ കളറായി അല്ലേ, ചായയുടെ കളറോ, ലൈറ്റ് ചായയുടെ കളർ. അപ്പോൾ ഇത് ഏകദേശം ഈ കളർ ആകുന്നവരെയാണ് വറ്റിക്കേണ്ടത്. നോക്കിയാൽ പാലിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞില്ലേ? ഇപ്പോൾ ഒരു 2.5 ലിറ്റർ അത്രേ ഉണ്ടാവുള്ളൂ. ഇനി അടയിടും. അടയിട്ട് കഴിഞ്ഞിട്ട് ഒരു 25 മിനിറ്റ്സ് തിളപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കുറുകി വരും. സാധാരണ 100 ലിറ്ററിലൊക്കെ ചെയ്യുമ്പോൾ 2 മണിക്കൂറാണ് അടയിട്ടിട്ട് കുറുക്കേണ്ടത്. അപ്പോൾ ക്വാണ്ടിറ്റി കുറയുന്നതിനനുസരിച്ച് സമയവും കുറയും. അടയിടാൻ പോണു. ഇനി ഇതിൽ കടന്ന് 20 മിനിറ്റ്സ് തിളയ്ക്കണം, 20-25 മിനിറ്റ്സ്, എന്നിട്ട് കുറുകി വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അട തിളയ്ക്കുന്നവരെ ഇളക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കുക. 25 മിനിറ്റ്സ് മാക്സിമം. അപ്പോഴത്തേക്കും ഇനിയാണ് ശ്രദ്ധിക്കുന്നത്, അടിക്ക് പിടിക്കാൻ സാധ്യത. ഓക്കെ, കുറുകുന്നതിൻ്റെ ആ സമയത്ത് കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം. ഇപ്പോൾ തന്നെ ആ പാല് വെന്ത മണമൊക്കെ വരുന്നുണ്ട്. പല ആൾക്കാരും വിചാരിക്കും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത്. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടല്ല ഈ ടൈപ്പ് പായസം ഉണ്ടാക്കുന്നത്, ഒത്തൻറ്റിക് വേയിൽ. അല്ലാണ്ട് ചെയ്യുമ്പോൾ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഇതിനൊരു പ്രത്യേക മണമാണ്, പാല് വെന്ത് വറ്റി കുറുകി വരുന്നതിൻ്റെ ആ ഒരു മണം. ഇവരുടെ പാലട ഈസ് വെരി വെരി ഫേമസ്. അല്ലാണ്ട് ഇതിൽ ഏലക്കാപ്പൊടിയോ നെയ്യോ വെണ്ണയോ അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല കേട്ടോ. അങ്ങനെയൊന്നും ആരും ചേർക്കില്ല റിയൽ ആയിട്ടുള്ള പാലടയിൽ. പാൽപ്പായസത്തിലും അതെ, റിയൽ പാൽപ്പായസത്തിലും അതൊന്നും ചേർക്കില്ല. അപ്പോൾ ഇനി 25 മിനിറ്റ്സ് കിടന്ന് കുറുകി പറ്റട്ടെ, തിളച്ച് അപ്പോൾ ഒന്നുകൂടെ കളർ. അപ്പോൾ അടയിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ തീയിലേക്ക് മാറ്റും. ചെറിയ മീഡിയം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നോക്കിയേ, പാലട റെഡി. എന്ത് പടം അത്, രക്ഷയില്ല. നോക്കിയേ, ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. തവിയിൽ കൂടി കാണിച്ചു തരാം. നല്ല ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളർ, കുറുകി, അത്യാവശ്യം നല്ല കുറുകൽ പാലട. ഫേമസ് പാലട ഇസ് റെഡി. പാലക്കാട്ടെ ടോപ്പിൻ ടൗണിലെ പാലട ഇസ് റെഡി, അത് തന്നെ പറയാം. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്, ഊതി കുടിക്കാം. ഓക്കെ, ചൂട് മാറ്റിയിട്ട് നാക്കെല്ലാം പൊള്ളി. നല്ല ചൂടാണ്, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, എനിക്ക് പറയാൻ വാക്കുകളില്ല. പാലട ഗംഭീരം.
ഇനി വരാൻ പോണത് ചക്കപ്രഥമൻ. നിങ്ങൾ പ്രഥമൻ തന്നെയല്ലേ പറയാം? ഓക്കെ, ചക്കപ്രഥമൻ ഉണ്ടാക്കി കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് മാറ്റിയിട്ട് ചക്കപ്രഥമൻ തുടങ്ങാം. ഇന്ന് എനിക്ക് കോളാണ്, എനിക്ക് മധുരമൊക്കെ ഇഷ്ടം. അപ്പോൾ ഈ പാലടയുടെ ഒരു പാകം നമ്മൾ എപ്പോഴാണ് എടുക്കുന്നതെന്ന് അറിയുന്നതെന്ന് വെച്ചാൽ രണ്ടും കൂടി നല്ലതായിട്ട് മിക്സ് ആവണം. സമമായിട്ട് അത് അടയൊക്കെ മേളിലേക്ക് കയറി വരും. എല്ലാം കൂടി നന്നായിട്ട് യോജിച്ചിരിക്കും. മറ്റത് അട വേറെ, വെള്ളം വേറെ, പാല് വേറെ, നൂല് പോലെ. അത് രണ്ടും കൂടി നന്നായിട്ട് ചേർന്ന് ബ്ലെൻഡായി വരുന്നൊരു സമയമുണ്ട്. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം. അല്ലെങ്കിൽ എന്താ പറയുക, വെള്ളവും കൊത്തും പോലെ ഇങ്ങനെ മാറി മാറി കിടക്കും. പാല് വേറെ, അട താഴെയും ഗ്രേവി അങ്ങനെ ആവരുത്, മിക്സായിട്ട് നിൽക്കണം. അതാണ് എവിടെയും ഒരുപോലെ അട നിൽക്കുന്ന ആ ഒരു കൊഴുപ്പ്. ഇലയിൽ ഒഴിച്ച് കഴിക്കാം, ഗ്ലാസ്സിൽ കുടിക്കാം, ആ ഒരു പാകം. അപ്പോൾ രണ്ടാമത്തെ പായസം അത് അടുത്ത ഷെഫ് എത്തിയിരിക്കുന്നു. ഇതാണ് ഷെഫ് ശിവദാസ്. ഷെഫ് ശിവദാസാണ് ചക്കപ്രഥമൻ്റെ സ്പെഷ്യലിസ്റ്റ്. നോൺ വെജും ഒക്കെ ഉണ്ടാക്കും, വെജും ഉണ്ടാക്കും. അപ്പോൾ പുള്ളി ഇതിൻ്റെ ഒരു എക്സ്പേർട്ടാണ്, ചക്കപ്രഥമൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചക്കപ്രഥമന് വേണ്ടിയിട്ട് ചക്കയുടെ സീസൺ ആകുമ്പോൾ ചക്ക വറട്ടി വെക്കും. അപ്പോൾ നമ്മുടെ വീടുകളിലും ചിലപ്പോൾ വറട്ടി വെക്കാറില്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ വറട്ടി എടുക്കണം, അത് കഴിഞ്ഞിട്ടേ പായസം ഉണ്ടാക്കാവുള്ളൂ. ഇതിപ്പോൾ ചക്ക വറട്ടിയതുണ്ട് 1 കിലോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 കിലോയിലാണ് ഉണ്ടാക്കാൻ പോണത്. അത് ഉരുളിയിലിട്ടിട്ട് 1/2 ലിറ്റർ വെള്ളവും ചേർത്ത് അത് അവസാനമല്ലേ ഒഴിക്കുള്ളൂ. ഇതിട്ട് തിളപ്പിക്കും. എന്നിട്ട് ലാസ്റ്റ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു 1 ലിറ്റർ നല്ല കുറുകിയ പാൽ ഒഴിച്ചിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. വറുത്തിടുന്നത് ചെറുതായിട്ട് തേങ്ങാക്കൊത്തും, പിന്നെ നെയ്യിൽ വറുത്തിടും, പിന്നെ ചുക്ക് പൊടി. അത്ര. അപ്പോൾ തുടങ്ങാൻ പോണു. ഓക്കെ, അപ്പോൾ 1 കിലോ ചക്ക വറട്ടിയത് എടുക്കുന്നു. അതാണ് ഇവിടുത്തെ ഒരു കണക്ക്. അപ്പോൾ ചക്ക വറട്ടിയതെന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് 2 രീതിയിൽ ചക്ക വരട്ടും. ചില ആൾക്കാർ ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോഴും ചിലപ്പോൾ ഞാൻ വേവിച്ചിട്ടല്ല ചെയ്യുന്നത്, പച്ചയ്ക്ക് അരച്ചിട്ട് ശർക്കര ഉരുക്കി ഒഴിച്ച് അതിട്ട് വരട്ടി എടുക്കും. പിന്നെ അല്ലെങ്കിൽ പഴുത്ത ചക്ക വേവിച്ചിട്ട് അരച്ച് ശർക്കര പാനിയുടെ കൂടെ വരട്ടിയെടുക്കും, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട്. പിന്നെ ഇതിനകത്തേക്ക് വെള്ളം, ഇത് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ്. അതൊന്ന് ലൂസാക്കും. അപ്പോൾ ഇനി ചക്ക വരട്ടി സ്റ്റോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ചക്ക വേവിച്ചിട്ടോ അല്ലെങ്കിൽ ചക്ക വേവിക്കാതെയോ അരച്ചിട്ട് അതും ശർക്കര പാനിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന വരും, നല്ല മുറുക്കി വരണം, നല്ല ബ്രൗൺ കളറിലാക്കി എടുക്കണം. അവസാനം കുറച്ച് നെയ്യും കൂടി ചേർക്കേണ്ടി വരും വരട്ടി എടുക്കുമ്പോൾ. അപ്പോൾ ചക്ക വരട്ടുന്നതിൻ്റെ ഒരു കൺസിസ്റ്റൻസി 1:1 ആണ്. അപ്പോൾ 1 കിലോ ചക്കയുടെ പീസസ് ഉണ്ടെങ്കിൽ 1 കിലോ ശർക്കര, അതാണ് കണക്ക്. അപ്പോൾ പഴപ്രഥമൻ ഉണ്ടാക്കണമെങ്കിലും ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ 1 കിലോ പഴത്തിന് 1 കിലോ ശർക്കര അങ്ങനെ വരട്ടിയിട്ട് ഇതേപോലെ ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ കുഴമ്പ് ഭാഗമായിട്ട് വരുന്നു, ലൂസായി. നമ്മൾ പുളി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇങ്ങനെ എടുക്കുന്ന പോലെ ഉണ്ടല്ലേ, ആ സമയമാവുന്നവരെ. അപ്പോൾ ഷെഫ് ശിവദാസിൻ്റെ വീടൊക്കെ എവിടെയാണ്? വാളയാർ അട്ടപ്പള്ളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എല്ലാവരും ഈ പ്രദേശത്തൊക്കെ ഉള്ള ആൾക്കാർ തന്നെ. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? 15. ഓ, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് തോന്നുന്നു എല്ലാവർക്കും. ഇപ്പോൾ ഇത് ഏതാണ്ടൊക്കെ യോജിച്ച് റെഡിയായി വരുന്നു. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, ഇനി അതൊന്ന് തിളക്കട്ടെ. ചൂടായി വരുന്നുണ്ട്. ഇപ്പോൾ തിള വന്നു തുടങ്ങി. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് പാലൊഴിക്കും. പാലൊഴിക്കാതായി. അപ്പോൾ തിള വന്നിട്ടൊരു 5-6 മിനിറ്റ് ഇങ്ങനെ തിള വന്ന് ചെറിയ തിളയായിട്ടേ നോക്കിയാൽ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഈ ഒരു നിറയെ തിള വരണം ഇതുപോലെ. ഇനി പാലൊഴിക്കാം. തേങ്ങാപ്പാൽ ഇങ്ങനെ ആവശ്യാനുസരണം ഒഴിച്ച്, അതായത് 2-3 കപ്പ് പാൽ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. ഇനി വറുത്തിടുന്ന കാര്യങ്ങൾ, നെയ്യിൽ തേങ്ങാക്കൊത്ത് നിറച്ച് വറുത്ത് ചുക്കുപൊടിയും ചേർക്കും. ചുക്കുപൊടി ഇപ്പോഴാണോ ചേർക്കുന്നത്? ലാസ്റ്റ്. ഓക്കെ, തീ ഓഫ് ചെയ്യാറായല്ലോ അല്ലേ, മാറ്റാം. തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നെയ്യ് ഒഴിക്കുന്നു. ഒരു എത്ര വരും ഇത്?
100 ഗ്രാംസ് 100 ഗ്രാം, ഒരു 100 ഗ്രാമിലെ നെയ്യ് ഒഴിച്ചു ചൂടാക്കിയിട്ട് ആ ഒരു ബൗളിലിരിക്കുന്ന അത്രയും തേങ്ങ വറുത്ത്, തേങ്ങാക്കൊത്ത് ഇത്രയും ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഒരു 240 ml കപ്പാണെങ്കിൽ ഒരു ഹാഫ് കപ്പ് എന്ന് പറയാം. ഇത് ചെറിയ ബൗളിൽ നിറച്ചെടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കിയിട്ട് പായസത്തിൻ്റെ മെല്ലെ. ചക്കപ്രഥമൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചക്ക വരട്ടിയതും ഭയങ്കര ഇഷ്ടമാണ്. ചക്ക ഈസ് മൈ ഫേവറേറ്റ് ഫ്രൂട്ട്. എൻ്റെ ഏത് ഫോമിലാണെങ്കിലും എനിക്കിഷ്ടമാണ്, പച്ചയായിട്ടും പഴുത്തതാണെങ്കിലും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഒരു ബോണസാണ്, ഇത് ചക്ക പ്രഥമൻ തന്നെ ഉണ്ടാക്കുന്നത്. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ ആ നെയ്യോട് കൂടി എടുത്തിട്ട് പായസത്തെ പ്രഥമൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഒരു നിറവാണ്, നിറച്ച് നെയ്യും ഇതൊക്കെ വറുത്തിടുമ്പോൾ കാണുന്നു. ഇനി ഒറ്റ കാര്യമുള്ളൂ, ചുക്കുപൊടി. ഇനി ചുക്കുപൊടിയും കൂടി ചേർക്കാൻ പോണു. ചുക്കുപൊടി 1/2 ടീസ്പൂൺ. അതായത് ഭയങ്കര സ്വീറ്റായിരിക്കുന്ന കാര്യത്തിൽ ഇച്ചിരി ചുക്കുപൊടി ഇടുമ്പോൾ അത് വേറെ ലെവലാകും. ഓക്കെ, എല്ലാ കാര്യങ്ങളുമായി. ഇവരിവിടെ ഏലക്കാപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇനിയാണ് മോസ്റ്റ് വെയിറ്റഡ് പാർട്ട്, ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ അടിപൊളി ചൂട് ചക്കപ്രഥമൻ കഴിക്കാൻ പോവാണ്. നിർത്താനേ തോന്നുന്നില്ല, അത്ര ടേസ്റ്റ്. അടിപൊളി ഗംഭീരം. അപ്പോൾ ഷെഫ് ശിവദാസിൻ്റെ കൈപ്പുണ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം കണ്ടത് നമ്മുടെ പാലക്കാടൻ സദ്യ വിഭവങ്ങളാണ്. അടിപൊളിയാണ് പാലക്കാടൻ സദ്യ. ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നു ട്രിവാൻഡ്രം സദ്യയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ റീജിയനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. എല്ലാം എക്സലൻ്റാണ്. നമ്മൾ തൃശ്ശൂർ കണ്ടു കഴിഞ്ഞു, ഇപ്പോൾ പാലക്കാടും കണ്ടു കഴിഞ്ഞു. ഗംഭീരമാണ്, അതിഗംഭീരം. ഇപ്പോൾ ഞാൻ വന്ന സ്ഥലവും അതിനേക്കാട്ടിലും ഗംഭീരം. ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യത്തിലും സ്നേഹത്തിൻ്റെ കാര്യത്തിലും പിന്നെന്താ പറയുക, ഭക്ഷണ പെരുമയുടെ കാര്യത്തിലും രുചിയുടെ കാര്യത്തിലും ഒക്കെ കെങ്കേമമാണ് ടോപ്പ് ഇൻ ടൗൺ. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് എല്ലാം കണ്ടത്. ഇവിടുത്തെ ഏറ്റവും പ്രഗത്ഭരായ ഷെഫുമാരാണ് ഇതെല്ലാം ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഈ ഓണം നിങ്ങളോടൊപ്പമാണ് പാലക്കാടൻ സദ്യ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഓണ സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പാലക്കാടൻ വിഭവങ്ങൾ ഉൾക്കൊള്ളിക്കാനായിട്ട് നോക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കും ആ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ഞാനൊരു സദ്യ കഴിക്കുന്ന ഒരു കാര്യം കൂടി കാണിച്ചു തരാം, ഇലയിൽ വിളമ്പിയിട്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് തന്നെ വിചാരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് ലവ്. പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ലവ് യു ഓൾ. അപ്പോൾ ഇനി നമ്മളൊരു ഓണസദ്യ കഴിക്കാൻ പോവുകയാണ്. ടോപ്പ് ഇൻ ടൗണിൻ്റെ ഗംഭീരമായ പാലക്കാടൻ സദ്യ. പടവലങ്ങ കൂട്ട്, വെള്ള അവിയൽ, പാലക്കാടൻ സ്പെഷ്യൽ കൂട്ടുകറി, കാളൻ. ഇതാണ് കുറുക്ക് കാളൻ. ഇങ്ങനെ എറിഞ്ഞാൽ അവിടെ ഇരിക്കും എന്ന് പറയില്ല. ഉപ്പ്, കുറച്ച് കൊണ്ടാട്ടം ആണ്. ഇത് പയറ്, പാവയ്ക്ക, പയറ്, ഇത് താമര, ലോട്ടസ് സ്റ്റെം, പഴം. ഓക്കെ,
സാധാരണയായിട്ട് ഇവിടെ ആൾക്കാർ പാലക്കാടുകാർക്ക് കൂടുതൽ ഇഷ്ടം പൊന്നി അരിയാണ്. നമ്മൾ ട്രിവാൻഡ്രംകാർക്ക് മട്ട റൈസാണ് ഇഷ്ടം, ചമ്പാവരി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഇവിടെ വിളയുന്ന കാര്യങ്ങളാണ് റൈസ്. പാലക്കാട് നിന്ന് വരുന്ന മട്ട തിരുവനന്തപുരത്തുകാർ കഴിക്കും, ഇവിടെ വരുമ്പോൾ പൊന്നി. പിന്നെ ഇവിടെ വേറൊരു കുറുവ പറഞ്ഞൊരു അരിയുണ്ട്, അത് ഇഷ്ടമാണ് ആൾക്കാർക്ക്, അതും ഇഷ്ടമാണല്ലോ, റൗണ്ട് ഷേപ്പിൽ. കോഴിക്കോട് കുറുവ കഴിക്കും, പക്ഷേ ഇവിടെ കൂടുതലും പൊന്നി റൈസാണ് ഇഷ്ടം. അപ്പോൾ പൊന്നി തന്നെ കഴിക്കാം അല്ലേ. ഇനി വറുത്തരച്ച സാമ്പാറിൽ നിന്ന് തുടങ്ങാം. ഇവിടെ പരിപ്പെന്ന് പറഞ്ഞാൽ സൈഡിൽ തൊട്ടുകറി പോലെയാണ് പരിപ്പ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഒഴിച്ച് കഴിക്കുന്നത് ഇപ്പോൾ സാമ്പാറിലാണ്. വറുത്തരച്ച സാമ്പാർ, ഞാൻ സാധാരണ സാമ്പാർ കഴിക്കാത്ത ആളാണ്, പക്ഷേ ഈ വറുത്തരച്ച സാമ്പാർ കഴിക്കുന്നു, എനിക്കിഷ്ടമായി, കഴിച്ചിട്ടാണ്. ഒരു നല്ല ഗംഭീരമായൊരു സദ്യ കഴിക്കാൻ പോണു. അപ്പോൾ ഇതെല്ലാം കൂട്ടി കഴിച്ചിട്ട് നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം ഞാനൊന്ന് തുടക്കം കുറിക്കുകയാണ്. പാലക്കാട് നിന്ന്, പാലക്കാടൻ സദ്യ ടോപ്പ് ഇൻ ടൗണിൽ നിന്നും. വളരെ സന്തോഷത്തോടു കൂടി. അപ്പോൾ നിങ്ങളെല്ലാവരും ഓണം നന്നായി ആഘോഷിക്കുക. പറ്റുമെങ്കിൽ പാലക്കാടൻ വിഭവങ്ങളൊക്കെ ചേർത്തിട്ടൊരു സദ്യ ഉണ്ടാക്കുക, ഗംഭീരമായിരിക്കും. താങ്ക് യു സോ മച്ച്. ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം എല്ലാവർക്കും.